Hello friends, share market Malayalam പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നിഫ്റ്റി ഇന്ന് നെഗറ്റീവിലാണ് ഓപ്പൺ ആയതെങ്കിലും പിന്നീട് ആ നഷ്ടങ്ങളിൽ ഇങ്ങെത്തി 41 പോയിന്റ് ഉയർന്ന് 15853 ക്ലോസ് ചെയ്ത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ഒരു 5 പോയിന്റ് ഡൗൺ ആയിട്ട് 35668 ക്ലോസ് ചെയ്തത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ അഡ്വാൻസസ് 22, ഡിക്ലൈൻസ് 28. നിഫ്റ്റിയെ പിന്നീട് തിരിച്ചു വരാൻ സഹായിച്ചത് IT ഇൻഡെക്സ് ആയിരുന്നു. IT ഇൻഡെക്സ് ഓൾമോസ്റ്റ് 2% ആയിരുന്നു. നിങ്ങൾക്ക് ടോപ്പ് ഗെയിനേഴ്സ് നോക്കിയാൽ അത് ആ ഒരു പാറ്റേൺ കാണാൻ പറ്റും. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സിൽ വരുന്നത് വിപ്രോ 6.99%, ടെക്കം 2.56%, ഇൻഫി 2.10%, HCL ടെക് 2.06%. എല്ലാം IT സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകളാണ്. ഇന്നത്തെ ടോപ്പ് ലോസസ് മാരുതി 1.42%, അദാനി പോർട്ട് 1.04% ഡൗൺ ആയിരുന്നു. ഇന്നത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനില്ല. കാരണം ഇപ്പോൾ മാർക്കറ്റ് ആ ഒരു ട്രേഡിംഗ് റേഞ്ചിന്റെ ഇടയിൽ തന്നെയാണുള്ളത് ട്രേഡ് ചെയ്യപ്പെടുന്നുള്ളത്. ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇന്നലെ ക്ലോസ് ചെയ്തത് ആ ഒരു സോണിന്റെ ഇന്നലെ മാർക്ക് ചെയ്ത സോണിന്റെ തൊട്ട് താഴെയായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് വന്നു. പിന്നീട് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയി. അതിനുശേഷം വീണ്ടും ആ ഒരു റേഞ്ച് മുമ്പ് റെസിസ്റ്റൻസ് എടുത്ത ആ ഒരു സോണിലൊന്ന് ടച്ച് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്നലത്തെ ക്ലോസിംഗും ആ പ്രീവിയസ് റെസിസ്റ്റൻസിന്റെ തൊട്ടടുത്തായിരുന്നു. ഇപ്പോഴും മാർക്കറ്റ് ആ ഒരു റേഞ്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ്. അദാനി ഗ്രൂപ്പിന്റെ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് GVK ഗ്രൂപ്പിൽ നിന്ന് മുംബൈ എയർപോർട്ടിന് നിയന്ത്രണ കൺട്രോളും മാനേജ്മെന്റും ഏറ്റെടുത്തുന്നുള്ളതാണ്. അവർക്ക് മുമ്പ് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മഹാരാഷ്ട്രയുടെ സിഡ്കോ, ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയവരിൽ നിന്നുള്ള അപ്രൂവൽസ് മുമ്പേ തന്നെ അവർക്ക് ലഭിച്ചിരുന്നു. അതിന് കൂടെ അവർ അനൗൺസ് ചെയ്ത മറ്റൊരു കാര്യം നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് അടുത്ത മാസം തന്നെ കൺസ്ട്രക്ഷൻ ആരംഭിക്കും എന്നതാണ്. അത് 2024 കമ്മീഷൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള രണ്ടാമത്തെ എയർപോർട്ടാണ് മുംബൈ എയർപോർട്ട്. അദാനി ഗ്രൂപ്പ് നിയന്ത്രണം ഏറ്റെടുക്കുന്ന 8ാമത്തെ എയർപോർട്ടാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായി ഇതോടെ അദാനി ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞു. അതായത് ടോട്ടൽ എയർപോർട്ട് ഫുട്ഫാളിന്റെ 25% അല്ലെങ്കിൽ കാർഗോ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 35% ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ കൺട്രോളിലാണ്. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ടാണ്. മാരുതി സുസുക്കി ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോവുകയാണ്. ഓട്ടോമൊബൈൽ രംഗത്തെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ഒന്നാണിത്. ഏകദേശം 17,000 മുതൽ 18,000 കോടി വരെയാണ് അവർ പുതിയൊരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അവർ ലക്ഷ്യമിടുന്ന കപ്പാസിറ്റി ഒരു വർഷത്തിൽ 7.5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ കാറുകളാണ്. ഈ പ്ലാന്റ് അവർ പ്ലാൻ ചെയ്യുന്നത് ഹരിയാനയിലാണ്. ഗുരുഗ്രാമിലുള്ള പഴയ ഫാക്ടറിക്ക് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് അവരിത് പ്ലാൻ ചെയ്യുന്നുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് ഒരു IPOയുമായി ബന്ധപ്പെട്ടാണ്. മൊബിക്വിക്ക് 1900 crores IPO വഴി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നു എന്നാണ്. ഇതിൽ 1500 കോടി പ്രൈമറി ഷെയർ സെയിലായിരിക്കും. ബാക്കി 400 കോടിയോളം എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഓഹരികൾ വിറ്റഴിച്ച് സമാഹരിക്കുന്നതായിരിക്കും. പേടിഎം, സൊമാറ്റോ പോലുള്ള വലിയ യൂണിക്കോൺ കമ്പനിയല്ല മൊബിക്വിക്ക്. പക്ഷേ പേയ്മെന്റ് വാലറ്റ്, പേയ്മെന്റ് ഗേറ്റ്വേ, ബൈ നൗ പേ ലേറ്റർ പോലെ പല സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അവർ പ്ലാറ്റ്ഫോം വഴി അവർ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും സെൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് സൊമാറ്റോയുടെ IPOയുടെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ. അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇന്നത്തെ IPO സബ്സ്ക്രിപ്ഷൻ ഈ സമയം വരെ 58% ആയിരുന്നു. റീറ്റെയിൽ പോർഷന്റെ ബുക്കിംഗ് 2.44 ടൈംസ് ആയിരുന്നു.